മക്കളെ, എയിംസിൻ്റെ അലോട്ട്മെൻറ്റ് വന്നിട്ടുണ്ട്. അതായത് ഇപ്പോൾ ഈ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നത് എയിംസിൻ്റെ BSc നേഴ്സിങ്ങിൻ്റെ അലോട്ട്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. സോ ഷെഡ്യൂൾ ഓഫ് ഓൺലൈൻ സീറ്റ് അലോക്കേഷൻ പ്രോസസ് ഫോർ എയിംസ് BSc നേഴ്സിംഗ് ഓഗസ്റ്റ് 2026 സെഷൻ. BSc നേഴ്സിങ്ങിൻ്റെ കേസാണ്. അപ്പോൾ ഇതിൽ അതിൻ്റെ ഡീറ്റെയിൽ നോക്കാം. നിങ്ങൾക്ക് ചോയ്സ് ഫില്ല് ചെയ്യാൻ, അതായത് എലിജിബിൾ കാൻഡിഡേറ്റിന് ചോയ്സ് ഫില്ല് ചെയ്യാനുള്ള സമയം 31 തീയതി, ജൂലൈ 31 തുടങ്ങി ഓഗസ്റ്റ് 6 വരെ ഉണ്ടായിരുന്നു. അതിനുശേഷം സീറ്റ് അലോക്കേഷൻ, ഫസ്റ്റ് റൗണ്ടിൻ്റെ അലോക്കേഷൻ ഓഗസ്റ്റ് 10 പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത്, അലോട്ട്മെൻറ്റ് കിട്ടിയ കുട്ടികൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ, ഒന്ന് ഓൺലൈൻ അക്സെപ്റ്റൻസ് ഓഫ് അലോക്കേറ്റഡ് സീറ്റ്, അത് ഓഗസ്റ്റ് 11 തുടങ്ങി ഓഗസ്റ്റ് 17 വരെ ഉണ്ട്. ഇനി റിപ്പോർട്ടിംഗ് ആൻഡ് സബ്മിഷൻ ഓഫ് ഡോക്യുമെൻറ്റ് ഓർ സെക്യൂരിറ്റി ഡെപ്പോസിറ്റ്, ഇതിലേതെങ്കിലും ഒന്ന്, അത് ഞാൻ ഡീറ്റെയിൽ പറയാം. അതിൻ്റെ സമയവും ഓഗസ്റ്റ് 11 തുടങ്ങി ഓഗസ്റ്റ് 17 വരെയുള്ള ദിവസങ്ങളിലാണ്. ഇത് ഫസ്റ്റ് റൗണ്ടിൽ സീറ്റ് കിട്ടിയ കുട്ടികൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി അത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി വേറൊന്നും ചെയ്യേണ്ടതില്ല. ഓട്ടോമാറ്റിക്കലി വേക്കൻറ്റ് പൊസിഷൻ സെക്കൻഡ് റൗണ്ട്, ഫസ്റ്റ് റൗണ്ടിന് ശേഷമുള്ള വേക്കൻറ്റ് പൊസിഷൻ ഓഗസ്റ്റ് 22 പബ്ലിഷ് ചെയ്യും. അതിനുശേഷം സീറ്റ് അലോക്കേഷൻ അതേ ദിവസം തന്നെ ഓഗസ്റ്റ് 22 പബ്ലിഷ് ചെയ്യും. അതിൻ്റെ ഡീറ്റെയിൽ 24 അല്ലെങ്കിൽ അതിൻ്റെ പ്രൊസീജിയർ 24 തുടങ്ങി 29 വരെയാണ്. ഇത് വന്നിട്ടില്ല. ഈ ഫസ്റ്റ് റൗണ്ടിന് ശേഷം മാത്രമേ ഇത് വരൂ. അപ്പോൾ നിലവിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഫസ്റ്റ് റൗണ്ടുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രമാണ്. സെക്കൻഡ് റൗണ്ടിൻ്റേത് പിന്നാലെ വരികയുള്ളൂ. ഇനി പ്രത്യേകം ശ്രദ്ധിക്കുക, ഈ റിപ്പോർട്ടിംഗ് ടൈമിംഗ് നോക്കാം. ഈ സൺഡേയും അതേപോലെ ഗസറ്റഡ് ഹോളിഡേ തന്നെയായിരിക്കും. അതുകൊണ്ട് ടൈമിംഗ് ഫോർ റിപ്പോർട്ടിംഗ്, അലോട്ടഡ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ റിപ്പോർട്ട് ചെയ്യുന്ന സമയം ശ്രദ്ധിക്കുക. മൺഡേ ടു ഫ്രൈഡേ 4 മണി വരെയും സാറ്റർഡേ ഉച്ചയ്ക്ക് 12 മണി വരെയും. മൺഡേ ടു ഫ്രൈഡേ 4 മണി വരെ നിങ്ങൾക്ക് കോളേജിൽ റിപ്പോർട്ട് ചെയ്യാം. ശനിയാഴ്ച 12 മണി വരെ ആയിരിക്കും. സൺഡേ അവധിയാണ്, പബ്ലിക് ഹോളിഡേയും അവധിയാണ്. ഇനി സെക്കൻഡ് റൗണ്ട് വിൽ ബി ഇനിഷ്യേറ്റഡ് ആഫ്റ്റർ കംപ്ലീഷൻ ഓഫ് ഫസ്റ്റ് റൗണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞു, ഫസ്റ്റ് റൗണ്ട് പ്രോസസ്സ് കഴിഞ്ഞാലേ സെക്കൻഡ് റൗണ്ട് തുടങ്ങും. എക്സസൈസിങ് ഓഫ് ചോയ്സസ് വിൽ നോട്ട് ബി ഓപ്പൺഡ് ഫോർ സെക്കൻഡ് റൗണ്ട് ഓഫ് സീറ്റ് അലോക്കേഷൻ ആൻഡ് ദ ചോയ്സസ് ഓപ്റ്റഡ് ഇൻ ഫസ്റ്റ് റൗണ്ട് വിൽ ബി കൺസിഡർഡ് ഫോർ സെക്കൻഡ് റൗണ്ട്. ഞാൻ ആദ്യ വീഡിയോയിൽ തന്നെ പറഞ്ഞിരുന്നു, ഫസ്റ്റ് റൗണ്ടിൽ നിങ്ങൾ കൊടുത്ത സീറ്റുകൾ മാത്രമേ രണ്ടാമത്തെ റൗണ്ടിൽ പരിഗണിക്കൂ. അതുകൊണ്ട് പുതിയതായിട്ട് ഓപ്ഷൻ കൊടുക്കാൻ പറ്റില്ല. ഇനി ദ ലിങ്ക് ഫോർ ദ പോർട്ടൽ വിൽ ബി ആക്ടിവേറ്റഡ് ഫോർ എലിജിബിൾ കാൻഡിഡേറ്റ്സ്. എലിജിബിൾ കാൻഡിഡേറ്റ്സിന് മൈ പേജ്, അവരുടെ ഹോം പേജിൽ കയറിയാൽ, ലോഗിൻ ഐഡിയും പാസ്വേഡും ഉപയോഗിച്ച് നിങ്ങളുടെ ഹോം പേജിൽ കയറിയാൽ നിങ്ങൾക്ക് ഈ അലോട്ട്മെൻറ്റ് ഡീറ്റെയിലും അതേപോലെ അലോട്ട്മെൻറ്റ് സ്ലിപ്പും അങ്ങനെയുള്ള ഡീറ്റെയിലും ഒക്കെ കിട്ടും. അപ്പോൾ അതിന് സൈറ്റ് ഓർമ്മയുണ്ടെന്ന് വിചാരിക്കുന്നു. aimsexams.ac. എന്നുള്ള സൈറ്റിൽ കയറിയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഹോം പേജിൽ ലോഗിൻ ചെയ്ത് ഈ പറഞ്ഞ ഡീറ്റെയിൽസ് എടുക്കാവുന്നതാണ്. ഓക്കെ, ഇനി അതിൻ്റെ ബാക്കി കാര്യങ്ങൾ. ഇനി അടുത്തൊരു സംശയം ഉണ്ടാവുക, ഈ അലൈഡ് ഹെൽത്ത് സയൻസിൻ്റെ പ്രോഗ്രാം എപ്പോഴായിരിക്കും എന്നുള്ളതാണ്. ഈ അലൈഡ് ഹെൽത്ത് സയൻസിൻ്റെ പ്രോഗ്രാമിൻ്റെ ഡീറ്റെയിലും അവർ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അതിനും ഓപ്ഷൻ രജിസ്ട്രേഷൻ ഓൾറെഡി കഴിഞ്ഞിരുന്നു. അത് ഞാൻ മുമ്പ് ഡീറ്റെയിൽ പറഞ്ഞിരുന്നു വീഡിയോയിൽ. ഇപ്പോൾ സീറ്റ് അലോക്കേഷൻ്റെ ഡീറ്റെയിൽ ഓഗസ്റ്റ് 12 വരും. അവിടെ ജോയിനിങ് 13 തുടങ്ങി 18 വരെയാണ്. അപ്പോൾ അതിൻ്റെ പ്രൊസീജിയറൊക്കെ, ഇതിന് രണ്ടിനും പ്രൊസീജിയർ സെയിം തന്നെയാണ്, ഡേറ്റ് ഒന്നും മാറിയിട്ടുണ്ടെന്ന് മാത്രം. അപ്പോൾ ഈ അലൈഡ് കോഴ്സസ് വെയിറ്റ് ചെയ്യുന്നവരും എന്ത് ചെയ്യുക, ഈ വീഡിയോ തന്നെ ശ്രദ്ധിക്കുക. പ്രൊസീജിയറൊക്കെ സെയിം ആണ്. അലൈഡ് കോഴ്സുകൾക്ക് പ്ലാൻ ചെയ്യുന്നവരും ഈ സെയിം വീഡിയോ, പക്ഷേ അവർക്ക് ഡേറ്റ് ചെറിയൊരു വ്യത്യാസമുണ്ട്. പ്രൊസീജിയർ സെയിം ആണ്. എന്നാണ് റിസൾട്ട് വരിക, എന്നാണ് ജോയിൻ ചെയ്യുക എന്നുള്ളതിൽ മാത്രമാണ് വ്യത്യാസം. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ അത് വരുന്ന വർക്ക് ഞാൻ പറയാം. അപ്പോൾ അലൈഡ് ഹെൽത്ത് സയൻസ് പ്രിഫർ ചെയ്ത അല്ലെങ്കിൽ അത് വെയിറ്റ് ചെയ്യുന്ന കുട്ടികൾ ഈ വീഡിയോ ശ്രദ്ധിക്കുമ്പോൾ അവർക്ക് അവരുടേത് എപ്പോഴാണ് എന്നൊരു കമൻറ്റ് വരാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ആദ്യം പറഞ്ഞു വെച്ചത്. അവരുടേത് 12 റിസൾട്ട് വരും, 13 ജോയിനിങ് തുടങ്ങും. ഇനി എയിംസ് നേഴ്സിങ്ങിന് അഡ്മിഷൻ കിട്ടിയിട്ടുണ്ടോ എന്നുള്ളത്. അപ്പോൾ അനൗൺസ്മെൻറ്റ് ഓഫ് ഫസ്റ്റ് റൗണ്ട് ഓഫ് സീറ്റ് അലോക്കേഷൻ വീഡിയോ നോക്കി, ഇതിൻ്റെ ടൈറ്റിൽ നോക്കിയാൽ അറിയാം. അലോട്ട്മെൻറ്റ് ഓഫ് ഫസ്റ്റ് റൗണ്ട് ഓഫ് സീറ്റ് അലോക്കേഷൻ ഫോർ എയിംസ് ന്യൂ ഡൽഹി ആൻഡ് അതർ എയിംസ്, മറ്റ് എയിംസുകളിലും BSc ഓണേഴ്സ് നേഴ്സിംഗ് കോഴ്സിൻ്റെ ഇതിൻ്റെ അലോട്ട്മെൻറ്റ് റിസൾട്ട് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു PDF ആയിട്ട് കിട്ടും. ഓക്കെ, അപ്പോൾ അതിൽ ഡൽഹി എയിംസിലും മറ്റ് എയിംസുകളിലുമൊക്കെയുള്ള അലോക്കേഷൻ്റെ റിസൾട്ടാണ് ഈ വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിങ്ങനെ നോക്കിയാൽ കാണാം ഓരോ കാൻഡിഡേറ്റിൻ്റെയും. ഇപ്പോൾ അൺറിസർവ്ഡ് കാറ്റഗറി, ഇത് NR or NP എന്ന് പറഞ്ഞാൽ നോട്ട് റിപ്പോർട്ട്, അല്ലെങ്കിൽ ഈ പ്രോഗ്രാമിന് പങ്കെടുത്തിട്ടില്ല, അലോട്ട്മെൻറ്റ് പ്രൊസീജിയറിൽ രജിസ്റ്റർ ചെയ്തിട്ടില്ല, നോട്ട് രജിസ്റ്റേർഡ് അല്ലെങ്കിൽ നോട്ട് ഓപ്റ്റഡ്. ഒന്നുകിൽ രജിസ്റ്റർ ചെയ്തിട്ടില്ല അല്ലെങ്കിൽ രജിസ്റ്റർ ചെയ്തപ്പോൾ ആ ഓപ്ഷൻസ് വെച്ചിട്ടില്ല. അപ്പോൾ അങ്ങനെയുള്ള കുട്ടികളെയാണ് NR or NP എന്ന് കാണിച്ചത്. രജിസ്റ്റർ ചെയ്തിട്ടില്ല അല്ലെങ്കിൽ അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടില്ല. ബാക്കി ഇതാ ഇവർക്ക് ഓരോരുത്തർക്കും കൊടുത്തിരിക്കുന്ന കാണാം. എയിംസ് ഡൽഹിയിൽ അൺറിസർവ്ഡ്. ഇനി ഇതേപോലെ തന്നെ NR NP ഇവരൊന്നും രജിസ്റ്റർ ചെയ്തിട്ടില്ല അല്ലെങ്കിൽ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഇനി അതേപോലെ നിങ്ങൾക്ക് ഇങ്ങോട്ട് വരുമ്പോൾ വേറെയും ഇതുപോലെ കോഡ് കാണാം. എന്ന് പറഞ്ഞാൽ അവർ കൊടുത്തിരിക്കുന്ന ഓപ്ഷൻസ് അതിൽ അവൈലബിൾ അല്ല. അതായത് അവർ ചിലപ്പോൾ 4 എയിംസ് കൊടുത്തു, ആ 4 എയിംസിലും സീറ്റ് കിട്ടിയിട്ടില്ല. ബാക്കി എയിംസിൽ സീറ്റ് കിട്ടാൻ സാധ്യത ഉണ്ടായിരുന്നിരിക്കാം. പക്ഷേ ഇതാ
FCNA എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടി കുറച്ച് ഓപ്ഷൻ കൊടുത്തിരുന്നു, പക്ഷേ ആ ഓപ്ഷനിൽ കുട്ടിക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ അതിന് താഴെയുള്ള റാങ്കിൽ ചിലപ്പോൾ കിട്ടേണ്ടതാണ്. ഇപ്പോൾ ഈ റാങ്കിന് കിട്ടിയ കുട്ടിക്ക് അതിൻ്റെ തൊട്ട് താഴെ ഒരാൾക്ക് ഇപ്പോൾ ഇവിടെ നോക്കിയാൽ എയിംസ് ഡൽഹി കിട്ടിയ കുട്ടിയുണ്ട്, OBCയിലാണ് കിട്ടിയത്. ഇതിപ്പോൾ അൺറിസർവ്ഡ് കാറ്റഗറിയാണ്, ആ കുട്ടിക്ക് ഡൽഹി മാത്രമേ ചിലപ്പോൾ വെച്ചിട്ടുണ്ടാവുള്ളൂ. അപ്പോൾ ആ കുട്ടി കൊടുത്ത ഓപ്ഷൻസ് തരാൻ സാധ്യതയില്ല, അല്ലെങ്കിൽ തരാൻ നിർവാഹമില്ല എന്നുള്ളതാണ്. ബാക്കി എല്ലാവർക്കും നിങ്ങൾ നോക്കിയാൽ കാണാം, ഇവിടെ ആ റോൾ നമ്പർ ഉണ്ട്, റാങ്ക് ഉണ്ട്, ഏത് കാറ്റഗറിയാണ്, എവിടെയാണ്, ഏത് കാറ്റഗറിയിലാണ് അലോട്ട്മെൻറ്റ് നടന്നത് എന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിങ്ങനെ ഈ ലിസ്റ്റ് നോക്കിയാൽ നിങ്ങൾക്ക് എന്ത് കാണാം? നിങ്ങൾക്ക് എവിടെയാണ് സീറ്റ് കിട്ടിയത് എന്ന് കാണാൻ പറ്റും. ഇത് കുറേ പേജ് ഉണ്ട്, ഞാൻ ഫുൾ പേജ് കാണിക്കുന്നില്ല. ഈ ലിസ്റ്റ് അങ്ങനെ തന്നെ നിങ്ങൾക്ക് എയിംസിൻ്റെ സൈറ്റിൽ കിട്ടും. ഈ സെയിം ലിസ്റ്റ് ഞാൻ കമ്മ്യൂണിറ്റിയിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് അത് വേണമെങ്കിൽ ചെക്ക് ചെയ്യാം. ഞാൻ അതിൽ സമയം കളയുന്നില്ല, ഇതിൻ്റെ പ്രൊസീജിയറിലേക്ക് വരാം. ഞാൻ ഡീറ്റെയിൽ നോക്കാം. ഞാൻ നേരത്തെ പറഞ്ഞു FCNA എന്ന് കൊടുത്തിരിക്കുന്നത് എന്താണ്? ഫിൽഡ് ചോയ്സസ് നോട്ട് അവൈലബിൾ അറ്റ് ദാറ്റ് റാങ്ക്. അതായത് ആ കുട്ടി കൊടുത്ത ചോയ്സസ് ആ കുട്ടിയുടെ റാങ്ക് കൊണ്ട് കിട്ടാൻ സാധ്യതയില്ലാത്തത് കൊണ്ട് കിട്ടാത്തതാണ്. NR or NP എന്ന് പറഞ്ഞാൽ നോട്ട് പാർട്ടിസിപ്പേറ്റഡ് എന്ന് പറഞ്ഞാൽ രജിസ്റ്റർ ചെയ്തില്ല, അല്ലെങ്കിൽ ഡിഡ് നോട്ട് ഫിൽ എനി ചോയ്സ്. ഒന്നുകിൽ രജിസ്റ്റർ ചെയ്തില്ല, അല്ലെങ്കിൽ രജിസ്റ്റർ ചെയ്തിട്ട് ചോയ്സ് ഒന്നും കൊടുത്തില്ല, അവരാണ് NR NP. ഓക്കെ, ബാക്കിയുള്ളവർക്കൊക്കെ അവിടെ സീറ്റ് കിട്ടിയിട്ടുണ്ട്. ഇനി കുറച്ചുകൂടി ക്ലിയർ ആയി പറഞ്ഞാൽ എവിടെ വരെ പോയി എന്ന് ചോദിച്ചാൽ, അൺറിസർവ്ഡ് കാറ്റഗറിക്ക് 1803 വരെ അലോട്ട്മെൻറ്റ് കൊടുത്തു, OBCക്ക് 2047 വരെ കൊടുത്തു, SCക്ക് 8634 വരെ കൊടുത്തു, STക്ക് 14203 വരെ കൊടുത്തു, EWSന് 2306 വരെ കൊടുത്തു. ഫിസിക്കൽ ഡിസബിലിറ്റി ഉള്ള കുട്ടികൾ അൺറിസർവ്ഡിൽ 16479 വരെ കൊടുത്തു, OBCക്ക് 25915 വരെ കൊടുത്തു, SCയിൽ 19384 വരെയും EWSൽ 18487 വരെയും കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ലിസ്റ്റിൽ ഫസ്റ്റ് റൗണ്ട് സീറ്റ് കിട്ടിയ കുട്ടികളുടെ ലിസ്റ്റാണ് ഈ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഇനി നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷനൊക്കെ അലോട്ട്മെൻറ്റ് സമയത്തുണ്ടാവും, അപ്പോൾ നോക്കുക. ഇനി കാൻഡിഡേറ്റ്സ് ഹു ഡിഡ് നോട്ട് പാർട്ടിസിപ്പേറ്റ് ഇൻ ഫസ്റ്റ് റൗണ്ട് ഓഫ് ഓൺലൈൻ സീറ്റ് അലോക്കേഷൻ ആർ നോട്ട് എലിജിബിൾ ഫോർ സെക്കൻഡ് റൗണ്ട്. ആദ്യ റൗണ്ടിൽ രജിസ്റ്റർ ചെയ്യാത്തൊരു കുട്ടിയാണെങ്കിൽ നിങ്ങൾക്ക് ഇനി ഈ റൗണ്ടിൽ, അടുത്ത റൗണ്ടിൽ പങ്കെടുക്കാൻ പറ്റില്ല. അത് ഞാൻ ആദ്യ വീഡിയോയിൽ തന്നെ പറഞ്ഞിരുന്നു. ആദ്യ റൗണ്ടിൽ പങ്കെടുക്കാത്ത കുട്ടിക്ക് സെക്കൻഡ് റൗണ്ടിൽ രജിസ്ട്രേഷൻ ഒന്നുമില്ല. ആദ്യ റൗണ്ടിൽ പങ്കെടുത്ത കുട്ടിക്കും സെക്കൻഡ് റൗണ്ടിൽ രജിസ്റ്റർ ഒന്നും ചെയ്യേണ്ട, കുട്ടി വെയിറ്റ് ചെയ്താൽ മതി, അവർ അലോട്ട്മെൻറ്റ് പബ്ലിഷ് ചെയ്തോളും. ഇനി ഫോർ ദ സെക്കൻഡ് റൗണ്ട്, ദ ഓർഡർ ഓഫ് ഓൺലൈൻ സീറ്റ് അലോക്കേഷൻ പ്രോസസ് വിൽ ബി ബേസ്ഡ് ഓൺ ദ മെറിറ്റ് ഓർഡർ യൂസ്ഡ് ഇൻ ഫസ്റ്റ് റൗണ്ട്. ആദ്യം കൊടുത്തിരിക്കുന്ന അതേ ചോയ്സ് പരിഗണിച്ചോളും. ഇത് ഓൾട്ടർ ചെയ്യാൻ, മാറ്റാനൊന്നും പറ്റൂല. നിങ്ങൾക്ക് മേലേക്ക് താഴേക്കൊന്നും മാറ്റാൻ പറ്റൂല. അത് നിങ്ങൾ അന്ന് കൊടുത്ത ഓപ്ഷൻ വെച്ചിട്ട് നിങ്ങൾക്ക് 10ാമത്തെ ഓപ്ഷൻ കിട്ടിയെന്ന് വിചാരിക്കുക. അടുത്ത റൗണ്ടിൽ ഇപ്പോൾ ഇവിടെ നിങ്ങൾ പോയി റിപ്പോർട്ട് ചെയ്യുക, റിപ്പോർട്ട് ചെയ്താൽ മാത്രം. ഇപ്പോൾ നിങ്ങൾ കൊടുത്ത ഓപ്ഷൻസ് നിങ്ങൾക്ക് കിട്ടിയിട്ടില്ല, വെയിറ്റ് ചെയ്യുക. നിങ്ങൾക്ക് കിട്ടി, ജോയിൻ ചെയ്യുക. അടുത്ത റൗണ്ടിൽ ഒരു സീറ്റ് വേണമെങ്കിൽ അത് അവർ തന്നെ നിങ്ങളുടെ മേലെയുള്ള 9 ഓപ്ഷൻ പരിഗണിച്ചിട്ട് തരാൻ സാധ്യതയുണ്ടെങ്കിൽ തരും. ഇനി അതേപോലെ മെഡിക്കൽ എക്സാമിനേഷനും മറ്റ് അഡ്മിഷൻ ഫോർമാലിറ്റീസും ഒക്കെ ഉണ്ടാവും. അപ്പോൾ ഇതിന് നിങ്ങൾ പോകുമ്പോൾ നിങ്ങൾ ഫീ അടയ്ക്കണം, ഡോക്യുമെൻറ്റും ഒക്കെ ആയിട്ട് വേണം പോകാൻ. കോളേജിൽ അടയ്ക്കേണ്ട ഫീ അവിടെ തന്നെ സ്പോട്ടിൽ അടച്ചു വേണം വരാൻ. ഇനി എൻ്റെ പ്രൊസീജിയർ ടു ബി ഫോളോഡ് ബൈ ദ കാൻഡിഡേറ്റ് ഹു ഹാവ് ബീൻ അലോട്ടഡ് BSc ഓണേഴ്സ് നഴ്സിംഗ് സീറ്റ് ഇൻ ഫസ്റ്റ് റൗണ്ട്. ആദ്യ റൗണ്ടിൽ കിട്ടിയ കുട്ടി എന്ത് ചെയ്യണമെന്നുള്ളതാണ്. അപ്പോൾ ഓൾ കാൻഡിഡേറ്റ് ഹു ഹാവ് ബീൻ അലോട്ടഡ് എ സീറ്റ് ഇൻ എനി എയിംസ് ഇൻ ഫസ്റ്റ് റൗണ്ട് ഓഫ് സീറ്റ് അലോക്കേഷൻ ആർ റിക്വയർഡ് ടു ലോഗിൻ ത്രൂ ദ ഓൺലൈൻ സീറ്റ് അലോക്കേഷൻ പോർട്ടൽ. നിങ്ങൾ കാൻഡിഡേറ്റ് പോർട്ടലിൽ കയറുക, സീറ്റ് അലോക്കേഷൻ പോർട്ടൽ വഴി എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ആക്റ്റീവ്ലി എക്സസൈസ് വൺ ഓഫ് ദ ഫോളോവിങ് ഓപ്ഷൻ. ഇതിൽ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും ഒരു ഓപ്ഷൻ, ഈ പറഞ്ഞിരിക്കുന്ന 2 ഓപ്ഷനിൽ ഏതെങ്കിലും ഒന്ന് ചൂസ് ചെയ്യാം. എന്നാണ്? ബൈ 17 ഓഗസ്റ്റ് 17 മുമ്പ് ഇത് ചെയ്തിരിക്കണം. ഓഗസ്റ്റ് 17 വൈകിട്ട് 4 മണിക്ക് മുമ്പ് നിങ്ങൾ ഇതിലൊരു ഓപ്ഷൻ കൊടുത്തിരിക്കണം. അതായത് ഫെയിലിയർ ടു സെലക്ട് എനി ഓഫ് ദ ഓപ്ഷൻ ആസ് ബിലോ വിൽ ലീഡ് ടു ക്യാൻസലേഷൻ ഓഫ് ദ അലോക്കേറ്റഡ് എയിംസ് ആൻഡ് ദ കാൻഡിഡേറ്റ് വിൽ ബിക്കം ഇൻഎലിജിബിൾ ടു പാർട്ടിസിപ്പേറ്റ് ഇൻ സെക്കൻഡ് റൗണ്ട്. ഓഗസ്റ്റ് 17 വൈകിട്ട് 4 മണിക്ക് മുമ്പ് നിങ്ങൾ ഇതിനോട് റെസ്പോണ്ട് ചെയ്തില്ലെങ്കിൽ, കോളേജിൽ റിപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ നിങ്ങളുടെ ഫസ്റ്റ് റൗണ്ടിലെ സീറ്റ് പോവും. 2ാമത്തെ റൗണ്ടിൽ നിങ്ങളെ പരിഗണിക്കില്ല. എന്തൊക്കെയാണ് ഓപ്ഷൻ നോക്കിയേ. 1, കുട്ടിക്ക് ഒരു സീറ്റ് കിട്ടിയിട്ടുണ്ട്. അക്സെപ്റ്റ് ദ അലോട്ടഡ് സീറ്റ് ആൻഡ് ഡു നോട്ട് വിഷ് ടു പാർട്ടിസിപ്പേറ്റ് ഇൻ ഫർദർ റൗണ്ട് ഓഫ് സീറ്റ് അലോക്കേഷൻ. എനിക്ക് ആ കിട്ടിയ സീറ്റ് മതി, അടുത്ത റൗണ്ടിൽ ഞാൻ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നില്ല എന്ന് വിചാരിച്ചാൽ ആ സീറ്റ് അവിടെയുണ്ട്. 2, അക്സെപ്റ്റ് ദ അലോട്ടഡ് സീറ്റ് ആൻഡ് വാണ്ട് ടു പാർട്ടിസിപ്പേറ്റ് ഇൻ സെക്കൻഡ് റൗണ്ട്. ഇതിലെന്താ പ്രശ്നം എന്ന് വെച്ചാൽ, നിങ്ങൾക്കൊരു സീറ്റ് കിട്ടി, ആ സീറ്റിൽ നിങ്ങൾ പോയി റിപ്പോർട്ട് ചെയ്യുക. അടുത്ത റൗണ്ടിൽ നിങ്ങൾക്കൊരു സീറ്റ് കിട്ടിയാൽ അതിലേക്ക് മാറ്റും, അപ്പോൾ ആ സീറ്റിലേക്ക് പോവാം. കിട്ടിയില്ലേ, ഈ സീറ്റ് അവിടെ തന്നെ ഉണ്ടാവും. മനസ്സിലായോ? ഇതാണ് ഓപ്ഷൻ. ഈ 2 ഓപ്ഷൻ ഉണ്ട്. ഒന്നുകിൽ നിങ്ങൾക്ക് ആ സീറ്റ് എടുക്കാം, അല്ലെങ്കിൽ സീറ്റ് എടുത്തുകൊണ്ട് അടുത്ത റൗണ്ടിന് വേണ്ടി പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വില്ലിങ്നെസ് കൊടുക്കുക. ഇതിലേതെങ്കിലും ഒരു ഓപ്ഷൻ ഓൺലൈനായി നിങ്ങളുടെ കാൻഡിഡേറ്റ് പോർട്ടൽ വഴി ചെയ്യുക. ഇനി ഇൻസ്ട്രക്ഷൻസ് നോക്കാം. അക്സെപ്റ്റ് അലോട്ടഡ് സീറ്റ് ആൻഡ് ഡു നോട്ട് വിഷ് ടു പാർട്ടിസിപ്പേറ്റ് ഇൻ ഫർദർ റൗണ്ട് ഓഫ് സീറ്റ് അലോക്കേഷൻ ആണ് നിങ്ങൾ ചൂസ് ചെയ്യുന്നതെന്ന് വിചാരിക്കുക. അപ്പോൾ എന്ത് ചെയ്യണം? വിൽ ഹാവ് ടു റിപ്പോർട്ട് അറ്റ് റെസ്പെക്റ്റീവ് എയിംസ്. ആദ്യം നിങ്ങൾ ഓൺലൈനിൽ ഈ ഓപ്ഷൻ ഏതെങ്കിലും ഒന്ന് ചൂസ് ചെയ്യുക. എന്നിട്ട് ഇതിപ്പോൾ ഏത് ചെയ്താലും, ഇപ്പോൾ ഓപ്ഷൻ 1 നിങ്ങൾക്ക് വേറെ സീറ്റ് വേണ്ട, ഇത് മതി എന്ന് തീരുമാനിച്ചാലും, ഇനി അതല്ല ഇതെടുക്കാം,
അടുത്ത റൗണ്ട് കിട്ടിയാൽ അതിൽ നല്ലത് കിട്ടുകയാണെങ്കിൽ തന്നേക്കൂ എന്നാണ് നിങ്ങളുടെ അഭിപ്രായമെങ്കിൽ ഇത് രണ്ടാണെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യണം, ഓൺലൈനിൽ ഇത് ചെയ്തതിന് ശേഷം നിങ്ങൾ റെസ്പെക്റ്റീവ് ഏത് കോളേജിൽ അഡ്മിഷൻ കിട്ടിയോ ആ കോളേജിലേക്ക് പോകണം. അപ്പോൾ ആ കോളേജിലേക്ക് പോകണം, അതിന് ഡോക്യുമെൻ്റ് കൊണ്ടാവണം, അതുപോലെ ഫീസ് അടയ്ക്കണം, ഇതൊക്കെയുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽ ഞാൻ പറയാം. അപ്പോൾ റിപ്പോർട്ടിംഗ് ഡേറ്റ് എന്താ? ഓഗസ്റ്റ് 17 വൈകിട്ട് 4 മണി വരെയാണ് ഇതിൻ്റെയും റിപ്പോർട്ടിംഗ് ഡേറ്റ്. അതിൽ നിങ്ങളുടെ ഓഫർ ലെറ്റർ നിങ്ങളുടെ കാൻഡിഡേറ്റ് പോർട്ടൽ വഴി ഡൗൺലോഡഡ് ഫ്രം ദ ഓൺലൈൻ സീറ്റ് അലോക്കേഷൻ പോർട്ടൽ, അവിടുന്ന് നിങ്ങൾക്ക് കിട്ടുന്ന ഓഫർ ലെറ്റർ ഉണ്ടാവണം. സീറ്റ് അലോക്കേഷൻ ലെറ്റർ അല്ലെങ്കിൽ സ്ലിപ്പ് ഫ്രം ഓൺലൈൻ പോർട്ടൽ ആൻഡ് ഡെപ്പോസിറ്റ് ഒറിജിനൽ സർട്ടിഫിക്കറ്റ്സ്. നിങ്ങൾക്ക് സീറ്റ് അലോക്കേഷൻ സ്ലിപ്പ് അല്ലെങ്കിൽ ഓഫർ ലെറ്റർ ഇത് നിങ്ങളുടെ കാൻഡിഡേറ്റ് പോർട്ടലിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യുന്ന അതും വേണം, പ്ലസ് ഒറിജിനൽ ഡോക്യുമെൻറ്റ് വേണം. സപ്പോസ് നിങ്ങളുടെ കയ്യിൽ ഒറിജിനൽ ഡോക്യുമെൻറ്റ് ഇല്ലെങ്കിൽ നിങ്ങൾക്കൊരു വഴിയുണ്ട്. ഒരു ഡിമാൻഡ് ഡ്രാഫ്റ്റ് DD 1 ലക്ഷം രൂപയുടെ DD എടുക്കുക. ആരുടെ പേരിലാണ്? എയിംസ് മെയിൻ ഗ്രാൻഡ് എന്നുള്ള അഡ്രസ്സിൽ, പേയബിൾ അറ്റ് അൻസാരി നഗർ, എയിംസ് ന്യൂഡൽഹി ബ്രാഞ്ച്. ഈ അഡ്രസ്സിൽ എയിംസ് മെയിൻ ഗ്രാൻഡ് അൻസാരി നഗർ, എയിംസ് ന്യൂഡൽഹി ബ്രാഞ്ച് എന്നുള്ള പേരിൽ നിങ്ങൾക്കൊരു DD എടുക്കുക. ആ DDയും നിങ്ങൾക്ക് ഡോക്യുമെൻറ്റുകളുടെ ഫോട്ടോ കോപ്പിയും. ഒരു വഴി ഇതാണ്. ഒന്നുകിൽ 1 ലക്ഷം രൂപയുടെ DD പ്ലസ് ഫോട്ടോസ്റ്റാറ്റ്, ഫോട്ടോ കോപ്പി ഓഫ് ഡോക്യുമെൻറ്റ്സ് ഇത് കൊണ്ടുപോകാം. അല്ലെങ്കിൽ DD വേണ്ട, നിങ്ങൾ ഒറിജിനൽ ഡോക്യുമെൻറ്റ് കൊണ്ടുപോയാൽ മതി, DDയുടെ ആവശ്യമില്ല, ഫീസ് അടച്ച് സീറ്റ് എടുക്കാം. ഇതിലേതെങ്കിലും ഒന്ന് നിങ്ങൾ കൊണ്ടുപോകണം. ഒന്നുകിൽ ഒറിജിനൽ ഡോക്യുമെൻറ്റ് അല്ലെങ്കിൽ DD പ്ലസ് ഫോട്ടോസ്റ്റാറ്റ്. ഓക്കെ. ഇനി നിങ്ങൾ എന്നാണോ നിങ്ങൾ ഒറിജിനൽ ഡോക്യുമെൻറ്റ് കൊടുക്കുന്നത് അന്ന് ആ DD തിരിച്ചു തരും, പ്രശ്നമില്ല. ഒറിജിനൽ ഡോക്യുമെൻറ്റ് സബ്മിറ്റ് ചെയ്താൽ DD തിരിച്ചു തരും. ഇനി ഇറ്റ് മസ്റ്റ് ബി നോട്ടഡ് ദാറ്റ് ബൈ എക്സസൈസിങ് ദിസ് ചോയ്സ് ദ കാൻഡിഡേറ്റ് ഈസ് ഓപ്റ്റിംഗ് നോട്ട് ടു പാർട്ടിസിപ്പേറ്റ്. ഓർക്കുക, നിങ്ങൾ നോട്ട് പാർട്ടിസിപ്പേറ്റ് ഇൻ ഫർദർ റൗണ്ട് ആണെങ്കിൽ അടുത്ത റൗണ്ടിൽ നിങ്ങൾ ഉണ്ടാവില്ല, നിങ്ങൾക്ക് ഈ സീറ്റ് കിട്ടിയത് തന്നെയാണ് നിങ്ങളുടെ സീറ്റ് എന്ന് ഓർക്കുക. ഇനി അതേപോലെ തന്നെ അടുത്ത കേസ് നോക്കുക. നിങ്ങൾ രണ്ടാമത്തെ ഓപ്ഷൻ അക്സെപ്റ്റ് ദ അലോട്ടഡ് സീറ്റ് ആൻഡ് വാണ്ട് ടു പാർട്ടിസിപ്പേറ്റ് ഇതാണ് ചൂസ് ചെയ്യുന്നതെങ്കിലും സെയിം പ്രൊസീജിയർ തന്നെ. നിങ്ങൾക്ക് ഏത് കോളേജിലാണോ ഇപ്പോൾ കിട്ടിയിരിക്കുന്നത് ആ കോളേജിൽ 17 തീയതിക്ക് മുമ്പ് നിങ്ങളുടെ ഓഫർ ലെറ്ററും ഒക്കെ ആയിട്ട് പോവുക, ഒറിജിനൽ ഡോക്യുമെൻറ്റ് കൊണ്ടുപോവുക, ഡോക്യുമെൻ്റ് ഇല്ലെങ്കിൽ DD കൊണ്ടുപോവുക. സെയിം പ്രൊസീജിയറാണ്. അവിടെ ഒരു പ്രത്യേകത, ഷാൽ ബി എലിജിബിൾ ഫോർ സെക്കൻഡ് റൗണ്ട്. കുട്ടിക്ക് സെക്കൻഡ് റൗണ്ട് കിട്ടും. സെക്കൻഡ് റൗണ്ട് കിട്ടിയാൽ, സെക്കൻഡ് റൗണ്ടിൽ ഒരു സീറ്റ് കിട്ടിയാൽ നിങ്ങൾ ആദ്യ റൗണ്ടിൽ കിട്ടിയ കോളേജിൽ പോയി ഡോക്യുമെൻറ്റ് വാങ്ങി റിസൈൻ ചെയ്ത് രണ്ടാമത്തെ കോളേജിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യും, അവർ വന്ന് ജോയിൻ ചെയ്യണം. ഇത്ര മാത്രമേ ഉള്ളൂ. സെയിം പ്രൊസീജിയർ ഒന്നുകൂടെ ചെയ്യേണ്ടി വരും, 2 പ്രാവശ്യം ചെയ്യേണ്ടി വരും എന്നുള്ളത് മാത്രമാണ്. ഓക്കെ. ഇനി രണ്ടാമത്തെ റൗണ്ടിൽ നിങ്ങൾക്ക് സീറ്റ് കിട്ടിയില്ലെങ്കിൽ ആദ്യത്തെ റൗണ്ടിലെ സീറ്റ് അവിടെ തന്നെ ഉണ്ടാവും, നഷ്ടപ്പെടില്ല. ഇനി അടുത്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഡീറ്റെയിൽ പറഞ്ഞിട്ടുണ്ട്. ദ ക്ലെയിം ടു ദ അലോട്ടഡ് സീറ്റ് ബൈ കാൻഡിഡേറ്റ് ഈസ് സബ്ജക്ട് ടു വെരിഫിക്കേഷൻ ഓഫ് ഒറിജിനൽ ഡോക്യുമെൻറ്റ് ഫോർ എലിജിബിലിറ്റി ആസ് അപ്ലിക്കബിൾ ആസ് വെൽ ആസ് ഐഡൻറ്റിറ്റി വെരിഫിക്കേഷൻ. അതായത് ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ കഴിഞ്ഞാലേ സീറ്റ് കൺഫേം ആവും എന്നർത്ഥം. നിങ്ങൾ അന്ന് പറഞ്ഞിരുന്ന ഡോക്യുമെൻറ്റുകളും അന്ന് കൊടുത്തിരുന്ന ഡോക്യുമെൻറ്റുകളും ഒക്കെ ശരിയാണോ എന്ന് ചെക്ക് ചെയ്യും എന്നുള്ളത് മാത്രം. ഇനി നിങ്ങൾ പോകുമ്പോൾ കൊണ്ടുപോകേണ്ട ഡോക്യുമെൻ്റ് എന്താണ്? ഡോക്യുമെൻ്റ് കയ്യിലില്ലെങ്കിൽ നിങ്ങൾക്ക് DD 1 ലക്ഷം രൂപയുടെ DD കൊണ്ടുപോകാം. അഡ്രസ്സ് ഞാൻ DD എടുക്കേണ്ട അഡ്രസ്സ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അല്ലെങ്കിൽ ഈ ഒറിജിനൽ ഡോക്യുമെൻ്റ് കൊണ്ടുപോകാം. എന്തൊക്കെയാണ്? ഒന്ന് ഓഫർ ലെറ്റർ, ഇത് നിങ്ങളുടെ കാൻഡിഡേറ്റ് പോർട്ടലിൽ നിന്ന് കിട്ടും. സീറ്റ് അലോക്കേഷൻ ലെറ്റർ, അതും കാൻഡിഡേറ്റ് പോർട്ടലിൽ നിന്ന് കിട്ടും. ഫൈനൽ രജിസ്ട്രേഷൻ സ്ലിപ്പ്, ഇത് നിങ്ങൾ രജിസ്റ്റർ ചെയ്തപ്പോൾ നിങ്ങൾക്ക് കിട്ടിയ സ്ലിപ്പ് ഉണ്ടാവും, ആ സ്ലിപ്പ് കയ്യിലുണ്ടാവണം. അഡ്മിറ്റ് കാർഡ് ഇഷ്യൂഡ് ബൈ എയിംസ്, അന്ന് നിങ്ങൾ എക്സാം എഴുതാൻ കൊണ്ടുപോയ എയിംസിൻ്റെ അഡ്മിറ്റ് കാർഡ് ഉണ്ടാവണം. 10th പാസ് സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ബർത്ത് സർട്ടിഫിക്കറ്റ്, ഡേറ്റ് ഓഫ് ബർത്ത് അല്ലെങ്കിൽ പ്രൂഫായിട്ട് ബർത്ത് സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ 10th പാസിങ്. ഇനി സെൽഫ് അറ്റസ്റ്റഡ് കോപ്പി അലോങ് വിത്ത് ഒറിജിനൽ സർട്ടിഫിക്കറ്റ്, 12th ഒറിജിനൽ ഡോക്യുമെൻറ്റും ഫോട്ടോസ്റ്റാറ്റും. ഓക്കെ. അതേപോലെ തന്നെ സെൽഫ് അറ്റസ്റ്റഡ് കോപ്പി അലോങ് വിത്ത് ഒറിജിനൽ സർട്ടിഫിക്കറ്റ് ഫ്രം ബോർഡ് ഷോവിങ് ഹിസ് ഓർ ഡേറ്റ് ഓഫ് ബർത്ത്, അതും കൊണ്ടുപോകണം. അതായത് 10th സർട്ടിഫിക്കറ്റ് +2 സർട്ടിഫിക്കറ്റ് ഒക്കെ ഉണ്ടാവണം. അതേപോലെ നിങ്ങൾ ഒരു SC ST കാൻഡിഡേറ്റോ മറ്റോ ആണെങ്കിൽ നിങ്ങളുടെ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് ഉണ്ടാവണം. ഇവിടെ പറഞ്ഞിട്ടുണ്ട് SC ST OBC EWS ഒക്കെ ആണെങ്കിൽ. അപ്പോൾ SC കാൻഡിഡേറ്റ് ആണെങ്കിൽ, ST കാൻഡിഡേറ്റ് ആണെങ്കിൽ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ്, OBC ആണെങ്കിൽ NCL, EWS ആണെങ്കിൽ EWS സർട്ടിഫിക്കറ്റ്. ഇതൊക്കെ എവിടെ നിന്നുള്ളതായിരിക്കണം? താലൂക്കിൽ നിന്നുള്ളതായിരിക്കണം. വാലിഡിറ്റി ഉള്ളതായിരിക്കണം, എക്സ്പയർ ആയതായിരിക്കരുത്, വാലിഡ് ഡോക്യുമെൻ്റ് ആയിരിക്കണം. സപ്പോസ് ഇത് ലോക്കൽ ലാംഗ്വേജ് മലയാളത്തിലോ മറ്റോ ആണെങ്കിൽ അതിൻ്റെ ട്രാൻസ്ലേഷൻ ഇംഗ്ലീഷിലേക്ക് ഉണ്ടാവണം. ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത ഡോക്യുമെൻ്റ് ആയിരിക്കണം. നമ്മളിപ്പോൾ ഓൺലൈൻ എടുത്തൊക്കെ അത് ഇംഗ്ലീഷിലാണ്. പിന്നെ സെൻട്രൽ എഡ്യൂക്കേഷണൽ പർപ്പസിലുള്ളതായിരിക്കണം NCL ഒക്കെ. ഓക്കെ. താലൂക്കിൽ നിന്നുള്ളതായിരിക്കണം, മറക്കരുത്. വില്ലേജിലേത് കൊണ്ടുപോകരുത്. ഇനി ആ ഡോക്യുമെൻറ്റിൻ്റെ എല്ലാം വെരിഫിക്കേഷൻ നടത്തി എന്നിട്ടാണ് നിങ്ങൾക്ക് അലോക്കേഷൻ കിട്ടുക. ഇനി ഇതിൽ ഞാൻ ഇട്ട ഡോക്യുമെൻ്റ് താഴെ നിങ്ങൾക്ക് കിട്ടിയ എയിംസ് ഏതാണോ അതിൽ കോൺടാക്റ്റ് ചെയ്യേണ്ട കൺസേൺഡ് ഒഫീഷ്യൽസിൻ്റെ നമ്പറും മെയിൽ ID ഒക്കെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ അതും ചെക്ക് ചെയ്യാം. ഇതിൽ കോൺടാക്ട് ഡീറ്റെയിൽ മെയിൽ ID കൊടുത്തിട്ടുണ്ട്, നമ്പറല്ല മെയിൽ ID കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതിലേക്ക് വേണമെങ്കിൽ കോൺടാക്റ്റ് ചെയ്യാം എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ. ഇനി അതേപോലെ എലിജിബിലിറ്റി ഫോർ സെക്കൻഡ് റൗണ്ട്, ഇത് ഞാൻ ഓൾറെഡി പറഞ്ഞു. നിങ്ങൾക്ക് ഓപ്ഷൻ 2 ആണ് നിങ്ങൾ ചൂസ് ചെയ്തതെങ്കിൽ, എനിക്ക് അടുത്ത റൗണ്ടിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യണം എന്നാണ് പറഞ്ഞിരിക്കുന്നതെങ്കിൽ നിങ്ങളെ സെക്കൻഡ് റൗണ്ടിൽ പരിഗണിക്കും.
അപ്പോൾ ഓൾമോസ്റ്റ് ഞാൻ അതുമായിട്ട് ബന്ധപ്പെട്ട എയിംസിൻ്റെ അലോട്ട്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട ഡീറ്റെയിൽ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ എങ്ങനെയാണ് റിപ്പോർട്ട് ചെയ്യേണ്ടത്, എന്താണ് കൊണ്ടുപോകേണ്ടത് എന്നുള്ള എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എയിംസിൻ്റെ അലോട്ട്മെൻറ്റ് കിട്ടിയോ എന്നറിയാൻ വേണ്ടി ഞാൻ ആ ഗ്രൂപ്പിലിട്ടിരിക്കുന്ന അല്ലെങ്കിൽ എയിംസിൻ്റെ സൈറ്റിൽ നിന്ന് കിട്ടുന്ന ഈ PDF നോക്കിയാൽ കാണാം നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടോ എന്ന്. അങ്ങനെ അലോട്ട്മെൻറ്റ് കിട്ടിയ കുട്ടികൾ കൺസേൺ ആ റെസ്പെക്റ്റീവ് എയിംസ് കോളേജിൽ ഞാൻ പറഞ്ഞ ഡേറ്റിനുള്ളിൽ റിപ്പോർട്ട് ചെയ്യണം. ആ റിപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ സീറ്റ് നഷ്ടപ്പെടുമെന്ന് ഓർക്കുക. റിപ്പോർട്ട് ചെയ്താൽ ആ സീറ്റ് എടുക്കാം, ഇല്ലെങ്കിൽ ഹയർ ഓപ്ഷൻസിന് വേണ്ടി വില്ലിങ് ആവാം. അപ്പോഴും ജോയിൻ ചെയ്യണം എന്നുള്ളത് മസ്റ്റാണ്. അപ്പോൾ 2 കാര്യങ്ങൾ ചെയ്യണം. ഒന്ന്, നിങ്ങളുടെ കാൻഡിഡേറ്റ് പോർട്ടലിൽ കയറി നിങ്ങൾ വില്ലിങ്നെസ് കൊടുക്കണം. ഒന്നുകിൽ അത് മതിയെന്നോ അല്ലെങ്കിൽ ഹയർ ഓപ്ഷനെന്നോ. അതേപോലെ ഈ വില്ലിങ്നെസ് കൊടുത്തതിന് ശേഷം കിട്ടുന്ന സ്ലിപ്പുമൊക്കെ ആയിട്ട് ഞാൻ ഈ പറഞ്ഞ ഡോക്യുമെൻറ്റുകളുമൊക്കെ ആയിട്ട് എയിംസിൽ റിപ്പോർട്ട് ചെയ്യുക. ക്ലിയർ? ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട് മറ്റ് അപ്ഡേറ്റ് വന്നാൽ ഞാനത് ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യാം. കമ്മ്യൂണിറ്റിയുടെ ലിങ്ക് ഞാനിതിൻ്റെ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടുണ്ട്. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റു സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.